കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ചോക്ലേറ്റ് കളറാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഓറഞ്ച് ഇതുവരെയുള്ള ഉടുപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടേ, അവിടെ പൂവുണ്ട്, അതാണ് മിക്കു ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ പഞ്ചായത്ത് ഓഫീസിൽ നമുക്ക് എന്താണ് ഓണാഘോഷമുണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അല്ലേ മിക്കുവിന് ഈ ഒരു പഴയ ഒരു ഫോൺ വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷൻ കാണിക്കുകയാണ്. അച്ഛനൊക്കെ ഫോൺ വിളിക്കില്ല, അതുപോലെ മിക്കു കാണിക്കുകയാണ് അല്ലേ. ഓവർകോട്ടൊക്കെ മാറ്റി. പിന്നെ അവിടുത്തെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടേക്കാവേ. എല്ലാവരും ലാസ്റ്റ് വരുന്ന കാണണേ, നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വീഡിയോസൊക്കെ. അയ്യോ ബെൽ ബട്ടൺ പറഞ്ഞില്ല. ബെൽ ബട്ടൻ്റെ ആള് മിക്കു, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ പറ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ പറയാനുള്ള ആള് വെള്ളം കുടിക്കാം. ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റിയ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റിയ പകുതി വെച്ചാണ് മിക്കു പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചാണ്, ആ ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം പോയി എടുത്തതാണ്. മിക്കുനെ കണ്ടോ, അച്ഛൻ എടുത്തുകൊണ്ടാണ് മിക്കുനെ കൊണ്ടുപോകുന്നത്. മിക്കുന് തീരെ വയ്യായിരുന്നു. ആദ്യം മിക്കുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ പഞ്ചായത്തിൽ നേരെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ നമ്മൾ കുറേ നേരമൊന്നും നിന്നില്ല, പെട്ടെന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ മനോഹരമായിട്ട് ഒരു കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ണിപ്പെട്ടത് ഇതാണ്. അങ്ങനെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഓലമെടങ്ങിട്ട് അതിൻ്റെ അകത്ത് മംഗലാപുരം ഗ്രാമപഞ്ചായത്ത് ഓണാവേശം എന്ന് എഴുതിയിട്ടുണ്ട്. 2026 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ എടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ എടുത്തതാണ്. എല്ലാവരും പല സൈസ് പൂക്കൾ വെട്ടിയിട്ട് അത്തത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ ചെന്ന് അവരെ സഹായിക്കുന്നുണ്ട്. ഒരുപാടൊന്നും സഹായിക്കാൻ പറ്റിയില്ല, മിക്കു വയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഓല വച്ചൊരു കിളിയെ ഉണ്ടാക്കുകയാണ് അവർ. അയ്യോ തെറ്റിപ്പോയി, ഓലയല്ല കേട്ടോ, കുരുത്തോലയാണ്. ഈ ചേട്ടൻ എന്ന് നമ്മുടെ വ്ലോഗൊക്കെ കാണുമെന്ന് പറഞ്ഞു, അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരെല്ലാവരും ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫാണേ. ഇത് എണീച്ചെന്ന് കൈ കാണിക്കുന്ന ചേട്ടനാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. വ്ലോഗ് എടുത്തപ്പോൾ എല്ലാവരും നല്ല പ്രോത്സാഹനമാണ് നമ്മൾക്ക് തന്നത്. 11 മണി ആയതുകൊണ്ട് ഒരു ഉറക്കക്ഷീണമാണ് മിക്കു ഇപ്പോൾ കാണിക്കുന്നത്. അച്ഛൻ ഈ കുരുത്തോല വെച്ച് കിളിയ ഉണ്ടാക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അച്ഛനാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന്. പക്ഷെ അല്ല കേട്ടോ കൂട്ടുകാരെ, അച്ഛനൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ ചെയ്യാനൊന്നും പറ്റില്ല. കുറേ അങ്ങനെ എന്നെ വിളിച്ച് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു. ഇനി എനിക്ക് നന്നായിട്ട് പഠിക്കണം. ഞാൻ പഠിക്കും. ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് പിറ്റേ ദിവസത്തെയാണേ. ഇത് ഞാനാണ് എടുത്തത്. ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ക്ലാരിറ്റി കാണും. ഇത് ഫോണിൻ്റെ ഒരു മങ്ങലാണ്. ഇത് ഈ പിസ്ത ഗ്രീൻ ഷർട്ട് ഇട്ടേക്കുന്ന എല്ലാവരും അച്ഛൻ്റെ പഞ്ചായത്തിലെ മെമ്പറാണ്, ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഇവരെല്ലാവരും. ആ ആൻറ്റിമാരുടെയൊക്കെ ഡാർക്ക് ഗ്രീൻ ബ്ലൗസാണ്, സെറ്റ് സാരിയുമാണ്. നമ്മൾ ചെന്നപ്പോഴേ മധുമാമൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. പഞ്ചായത്തിലെ പ്രസിഡൻറ്റ് എല്ലാവരടുത്തും സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സത്യത്തിൽ ഇന്നലെ മിക്കുന് വയ്യാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു ചിലപ്പോൾ നാളെ വരാൻ പറ്റൂല, മിക്കുന് വയ്യെങ്കിൽ വരൂലെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ തന്നെ മാറി, മരുന്ന് കുടിച്ചപ്പോൾ മാറി. ഒറ്റൊരു ഡോസ് മരുന്ന് കുടിച്ചപ്പോഴേ മിക്കുന് എല്ലാം റെഡിയായി. അങ്ങനെ ഞങ്ങളിന്ന് വന്നു ഇവിടെ. പക്ഷെ വന്നത് നന്നായി, എല്ലാവരോടെയും നമ്മൾ അടിച്ചു പൊളിച്ചു.
സത്യത്തിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ, നാളെ അവിടെ പോകാൻ പറ്റണേന്ന്. പക്ഷെ അത് തന്നെ നടന്നു, പോകാൻ പറ്റി നമ്മൾക്ക്. ഞങ്ങളവിടെ ചെന്നപ്പോഴേ മാവേലിയായിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കില്ലായിരുന്നു. അത്രയും ബഹളമായിരുന്നു, എല്ലാവരും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ ഞങ്ങളെ വിളിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. അമ്മ വന്നില്ല, ബാക്കി ഞാനും അച്ഛനും മിക്കും കൂടിയാണ് പോയത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ സംസാരം നിർത്തിയിട്ട് ഞാൻ ഒരു പാട്ട് പാടാം ഫോട്ടോ എടുക്കുമ്പോൾ. ഊണപ്പാട്ടിൻ തുള്ളും തുമ്പപ്പൂവേ എന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലില്ലു ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ തഴുകാനായി കുളിയൂതും മാളിക്കാവും. ഞങ്ങളങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. എനിക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ചേരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. എല്ലാവരും അവസാനം വരെ കാണണേ. കസേരകളിയൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. പ്രമോദ് മാമനാണേ ആദ്യം പാടിയേ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ പാടി, പിന്നെ കുറേ മാമാരും ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്രാജഡീൻ്റെ ഇടയ്ക്ക് സംഭവിച്ചേ എന്താണെന്നോ, അമ്മയും അച്ഛനും കൂടെ ഒരു പാട്ട് പാടി. നല്ല പാട്ടായിരുന്നു, അതെടുക്കാനാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഞാൻ ലേസ് നിന്നവിടെ അതൊക്കെ മറന്നിങ്ങനെ സ്റ്റേജിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ ഞാൻ മറന്നു. വന്നിട്ട് അമ്മ ചോദിച്ചു, നിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? വീഡിയോ എടുക്കാനാ അതിങ്ങനെ തിന്നോണ്ടിരിക്കാനാ? ആർത്തി പണ്ടാരോ നമ്മൾ വിളിക്കുകയും ചെയ്തു. എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ആ ദേഷ്യം കൊണ്ട് ഞാൻ ആ ലേസിനെ ഫുള്ളങ്ങ് തീർത്തു. എന്നോടാണ് കളി. ഇത് അവിടുത്തെ വനിതാ മെമ്പർമാർ കളിക്കുന്ന ഒരു ഡാൻസാണേ. യഥാർത്ഥ പാട്ടിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനൊരു പാട്ടങ്ങ് പാടി കൊടുക്കാം. കൈതപ്പൂ മണമിൻ്റെ ചഞ്ചലാശി എന്നോ മെന്മാരൻ കണ്ടു മധുരം കണ്ടു അമിതപ്പൂമീരിൽ ചൂടും മനസ്സിൽ ചൂടി. ഏത് പാട്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ കോപ്പിറൈറ്റ് ഒരിക്കലും കിട്ടത്തില്ല. കാരണം ഞാൻ അതിൻ്റെ ആ ഒറിജിനൽ പാട്ടുമായിട്ട് ഒരു ചേർച്ചയില്ലാത്ത വരികളാണ് ഞാൻ ഈ പാടി വെച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഞാൻ അവിടുത്തെ വിനോദ് മാമനോട് ഒരു സ്റ്റെപ്പ് ഇട്ടയാണേ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് ചിരി വന്നു സത്യത്തിൽ. ആ മാമൻ പാടിയൊരു നാടൻ പാട്ടാണേ. നാടൻ പാട്ട് ഇഷ്ടമില്ലാത്തവർ ആരാണ് ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് എല്ലാവരും കൈയടിച്ച് ഭയങ്കര ഡാൻസ് ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മീരാൻ്റിയുടെ അമ്മ ഒരു നല്ലൊരു ഡാൻസാണ് കളിച്ചത്. ഞാൻ നിൽക്കുന്നോണ്ട് കാണാൻ വഴി നോക്ക്, കണ്ടോ? എല്ലാവരും പ്രായമൊക്കെ അങ്ങ് മറന്ന് അടിച്ച് പൊളിച്ചു നമ്മളെ പോലെ. കാക്ക നിറച്ചോണ്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാണെന്നടി എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേടി. കലാപരിപാടികൾ തുടങ്ങി. ഇനി അങ്ങോട്ടാണ് കോമഡിയൊക്കെ ഉള്ളത്. പുറകിലേക്ക് തിരിഞ്ഞ് കസേരയിൽ ഇരിക്കാൻ പാടുള്ളതല്ല, മുന്നിലേക്കുള്ള കസേരകളിൽ മാത്രം ഇരിക്കുക. കസേരയിൽ ഒരു കാരണവശാലും പിടിച്ചു നീക്കി ഇരിക്കുന്ന നില ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അയോഗ്യതയാകുന്ന ആളെ ഇടങ്കാലിട്ട് തള്ളിയിടുന്ന റീന പ്രസാദ് മെമ്പറിന്റെ സ്ഥിരം പരിപാടി ഈ കളിയിൽ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൂന്ന് കൊല്ലം മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കും. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് മുൻപുള്ള സമയം എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ അമ്മ ഉച്ചയ്ക്കൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യും. ആ സമയമാണ് അതൊക്കെ. ആ സമയം നമ്മൾ ബോറടിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ അത്തമൊക്കെ ഇടും, അല്ലെങ്കിൽ ചില സമയം നമ്മൾ ബോറടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ വായനശാലയുടെ ഓണാഘോഷമുണ്ട്, കലാകൂട്ടായ്മയുടെ ഓണാഘോഷം. അതിലൊക്കെ പങ്കെടുക്കാനും കാണാനൊക്കെ പോകാറാണ് പതിവ്. ഇവിടെ ഇങ്ങനെ കറങ്ങി ആ ആൻറ്റിമാരുടെ തല ചുറ്റി ഒരു ആൻറ്റി വീഴാനൊക്കെ പോയി. അങ്ങനെ ഞാൻ ദേ അവിടെ പോയി നല്ല ധൈര്യത്തിൽ മുമ്പിൽ കയറി ഇരിക്കുകയാണ്. പിന്നെ
എൻ്റെ ഭാഗ്യമാണെന്ന് പറയണം. ശരിക്കും ആ റൗണ്ട് എനിക്ക് സെക്കൻഡ് കിട്ടി. അല്ലെങ്കിലും കസേര കളിയിലും ലെമൺ ആൻഡ് സ്പൂണിലും ഞാൻ പുലിയാണ്, പുലി. പിന്നെ ഞാൻ ഇവിടേക്ക് സ്പീഡിലാണ് ഇട്ടെ, ഇല്ലെങ്കിൽ ഒരു കാലത്ത് ഡബ്ബ തീരത്തില്ല. അതുകൊണ്ടാണേ. അങ്ങനത്തെ മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നിയൊരു സമയമാണ് ഇത്. ഞാൻ തിരിച്ചു വന്ന വരവ് എങ്ങനെയാണെന്ന് അറിയാമോ? അത് കാണേണ്ടതായിരുന്നു. യുദ്ധം ചെയ്തിട്ടൊക്കെ പോരാളികൾ വരത്തില്ലേ, അതേ ഹെഡ് വെയ്റ്റിലാണ് ഞാൻ വന്നത്. മിക്കുവിനെ ദേ സോപ്പിട്ടിരുത്തിയിട്ട് അമ്മ ദേ പെട്ടെന്ന് പോയി കളിക്കുകയാണേ. അപ്പോൾ ലാസ്റ്റ് 4 പേര് ഉണ്ടായിരുന്നപ്പോൾ അമ്മ തോറ്റു. അതേതായാലും നന്നായി, ഇല്ലെങ്കിൽ അത് സെക്കൻഡിന് 100 വിലയും കാണൂല. ഇനി നല്ല കോമഡിയാണേ. ഇനി അവിടുത്തെ മെയിൽ സ്റ്റാഫുകളുടെ ഒരു കസേര കളിയാണേ. അങ്ങനെ എല്ലാവരും കൂടി കാവടി തുള്ളി പോവുകയാണേ. സത്യം പറഞ്ഞാൽ ചിരിച്ച് ഞാൻ മണ്ണ് തപ്പി. ഒരു മാമ ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളത്തരം കാണിച്ചു, പക്ഷെ അതാരും കണ്ടില്ല. ഹോ, അതാ മാമൻ്റെ ഒരു ഭാഗ്യം. സത്യത്തിൽ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷെ ഇതിൽ കാണുമ്പോൾ അത്രയ്ക്ക് ചിരിയൊന്നും വരത്തില്ല. നേരിട്ടാണ് അടിപൊളിയാണ്, ചിരിയൊക്കെ വരും. ഇത് കണ്ടോ, 2 മാമന്മാരും കൂടെ അടിപൊളി ഡാൻസ് ആയിരുന്നു. ഗുസ്തി പോലെ ആയിരുന്നു കേട്ടോ, നല്ല ഡാൻസ് ആയിരുന്നു. അടുത്തത് ഞാനും കൂടി പങ്കെടുത്തൊരു മത്സരമാണ്, അത് സൗണ്ട് ഇട്ടേക്കാവേ. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ രുക്മോള് നമ്മുടെ മത്സരരംഗത്തേക്ക് വളരെ ആവേശത്തോട് കടന്നു വന്നിരിക്കുകയാണ്. മോള് കാണിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോളെ അറിയാലോ മൊത്തത്തിൽ അങ്ങനെ പറയണ്ട. ഗ്രീൻ, വൈറ്റ്, യെല്ലോ, വൈറ്റ്, വൈറ്റ്, ഗ്രീൻ, യെല്ലോ, white, green, yellow. ശരി, പ്രോത്സാഹിപ്പിക്കണം. 7 പേര് മത്സരിക്കുന്ന ആവേശകരമായ മത്സരം ആരംഭിക്കുകയാണ്. പറയുന്ന വേഗത്തിൽ കാല് മാറ്റിവെച്ച് വെല്ലുവിളി നേർക്ക് നിൽക്കേണ്ടതാണ്. മഞ്ഞ, വെള്ള, പച്ച, പച്ച, വെള്ള, പച്ച, മഞ്ഞ, വെള്ള, പച്ച, 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 വെള്ള, പച്ച, മഞ്ഞ. നടന്നോ? വെള്ള, പച്ച, വെള്ള, പച്ച, വെള്ള, പച്ച, വെള്ള, പച്ച, വെള്ള, മഞ്ഞ. അച്ഛനും ആ എല്ലാ മാമന്മാരും ശ്രമിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഔട്ടാക്കാൻ പറ്റിയില്ല. കറക്റ്റ് ഞങ്ങൾ ചെയ്തു, അതുകൊണ്ട് ആ ഗെയിം വേണ്ടെന്ന് വെച്ചു. എല്ലാവരും കറക്റ്റ് ചെയ്തുകൊണ്ട് ആ ഗെയിം വേണ്ടെന്ന് വെച്ചു. അയ്യോ, സദ്യയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അടിപൊളി സദ്യയായിരുന്നു. 3 പായസമൊക്കെ നമുക്ക് കിട്ടി. വടംവലി ഉണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പേ ഞാനും അമ്മയും മിക്കും ഇങ്ങ് വന്നു. അച്ഛൻ ഞങ്ങൾ ഓണ പ്രോഗ്രാംസ് ഒക്കെ ഇട്ടേക്കാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ, ഐ ലവ് യു.